പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രണ്ട് പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള മറുപടി. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 2 മീറ്റർ 10 സെൻറ്റിമീറ്റർ വീതി, 19 മീറ്റർ നീളം, എത്ര സെൻറ്റ് വരും? ചോദ്യത്തിൽ നിന്ന് ദീർഘചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ നീളം 19 മീറ്റർ, വീതി 2 മീറ്റർ 10 സെൻറ്റിമീറ്റർ. ഈ 2 മീറ്റർ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2.1 മീറ്റർ എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഈ ദീർഘചതുരാകൃതിയിലുള്ള ഭൂഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും? നീളം ഇൻറ്റു വീതിയാണ്. 19 ഇൻറ്റു 2.1, അത്രയും സ്ക്വയർ മീറ്റർ വരും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 39.9 എന്ന് കിട്ടുന്നു. 39.9 സ്ക്വയർ മീറ്റർ ആയിരിക്കും അതിൻ്റെ ഏരിയ. ഇനി ഒരു സെൻറ്റ് എന്ന് പറഞ്ഞാൽ 40.47 സ്ക്വയർ മീറ്ററാണ്. എത്ര? ഒരു സെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40.47 സ്ക്വയർ മീറ്ററാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ 39.9 എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റ് ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്ത് ചെയ്താൽ മതി? ഈ 39.9 സ്ക്വയർ മീറ്ററിനെ 40.47 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആകെ എത്ര സെൻറ്റ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടും. ഇത് ചെയ്യുമ്പോൾ 0.986 സെൻറ്റ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ ഭൂഭാഗം ഒരു സെൻറ്റിൽ താഴെ വരുന്നുണ്ട്. 0.986 സെൻറ്റാണ് ആകെയുള്ളത്. രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ്? 0.162 ആർ എത്ര സെൻറ്റ് ആയിരിക്കുമെന്നാണ്. 0.162 ആർ എന്ന് പറയുന്നത് എത്ര സെൻറ്റ് ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആറും സെൻറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു ആർ എന്ന് പറഞ്ഞാൽ 2.471 സെൻറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 0.162 ആർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റ് ആയിരിക്കും? എന്ത് ചെയ്താൽ മതി? 0.162നെ 2.471 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആകെ എത്ര സെൻറ്റ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.4 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് ആകെ 0.4 സെൻറ്റാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തേക്കുക. താങ്ക് യു.